ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള പാർട്ട് ബിസിനസ് പ്രൊമോഷൻ ആണ് അല്ലേ. നമുക്കറിയാം ഇഗ്നോ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്ന ആൾ ECO01 എന്നുള്ള കോഡ് ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ള പേപ്പറാണിത്. ഇത് പഠിക്കുമ്പോൾ അത് കോഡ് ശ്രദ്ധിക്കുക കേട്ടോ. പഠിക്കുമ്പോൾ കോഡ് നോക്കുക. മറ്റുള്ള എല്ലാവർക്കും ഇത് എന്താ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും മറ്റേ BSc കമ്പ്യൂട്ടറിനും ഒക്കെ പറ്റുന്ന ഒരു പേപ്പറാണ് ബിസിനസ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ബിസിനസ് പ്രൊമോഷൻ എന്നുള്ള ഭാഗത്താണ് നമ്മൾ എത്തിയത്. ഇതിൽ ഒബ്ജക്റ്റീവ്സ് നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, എൻ്റർപ്രണർഷിപ്പ് ഒക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. മിസ്സിൻ്റെ കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഓരോന്നിലെ ബിസിനസ് തുടങ്ങാനുള്ള പ്രശ്നങ്ങൾ, അതിന് എൻ്റർപ്രണർഷിപ്പ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഹോണസ്റ്റി കാണിക്കണം, പിന്നെ പ്രോഫിറ്റ് ഷെയറിങ്, പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആൻഡ് സോൾ ട്രെൻഡ് ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ ബിസിനസ് പ്രൊമോഷനിലാണ് എത്തിയത്. ഇതിലൊന്നുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനും ഒബ്ജക്റ്റീവ്സും. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് എന്താ നോക്കാം. ആഫ്റ്റർ സ്റ്റഡിങ് ദിസ് യൂണിറ്റ് യു വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഹു ഈസ് എൻ എൻ്റർപ്രണർ ആൻഡ് വാട്ട് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് എൻ എൻ്റർപ്രണർ. Functions of entrepreneur and distinguish between entrepreneur and a promoter. Explain the procedure of promoting sole proprietorship and partnership, joint stock and cooperative society. Okay, introduction means ഇത് വായിച്ചരാ. In the previous unit you have learned about the nature of business activities. നമുക്ക് ഹ്യൂമൻ ബിസിനസ് ആക്ടിവിറ്റീസിലെ ഫിഷ് മീൻ പിടിക്കാൻ പോണതും റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുന്നതും നമ്മൾ ഓരോ റെയിൽവേ ട്രാക്കിന് മാർജിൻ വരിക്കുന്നതും അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസിലാണ് മനുഷ്യൻ പോകുന്നത്. പിന്നെ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു, നോൺ എക്കണോമിക് ഡ്യൂട്ടീസ് ആൻഡ് എക്കണോമിക് ഡ്യൂട്ടീസ് പറഞ്ഞു, ഇൻകം പറഞ്ഞു, നോൺ ഇൻകം വിത്ത് ഇൻകം കിട്ടുന്ന മെത്തേഡ് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ തന്നെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എന്താണ് the previous unit who have learn about nature of business activities, the type of business in which individuals and groups of individuals may be engaged and the different form in which business activities may be organized. You know this business will have a variety of goods and services and deal within a small shop, large stores and small workshop and large factories. And have you ever enquired how these business activities were started? ഈ ബിസിനസ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെയാണ്, എന്ത് ഡീലിങ്സ്, എന്ത് കാര്യങ്ങളാണ് നോക്കുക. സം ഇൻഡിവിജ്വൽസ് ഇൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് മസ്റ്റ് ഹാവ് തോട്ട് ഓഫ് ദോസ് ബിസിനസ് ടു സ്റ്റാർട്ട്. ഇഫ് യു ഫാമിലി ഓഫ് റണ്ണിങ് ബിസിനസ് ഇസ് പോസിബിൾ ദാറ്റ് യുവർ ഫാദർ ഓഫ് grandfather thought about and took in this manufacturing business. In factory building must be have constructed machinery, supply of raw materials and must have been arranged. നമുക്ക് എന്താ റോ മെറ്റീരിയൽസ് വേണം, അറേഞ്ച്ഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, കുറേ കാര്യങ്ങൾ, കുറേ ഇൻഗ്രീഡിയൻസും, പിന്നെ എന്താ പറഞ്ഞത് ഫാക്ടറി ബിൽഡിംഗ് വേണം, ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് ആൻഡ് മെഷീനറി വേണം, മെഷീനറി വേണം, സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് വേണം. ദെൻ എക്സ്പെൻഡിച്ചർ മീൻസ് ചിലവ്, നെസസറി എക്സ്പെൻഡിച്ചർ ആയിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ആൻഡ് ദിസ് യൂണിറ്റ് വിൽ ബി ഗിവൺ ടു എൻ്റർപ്രണർ ഹു ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. അതായത് എൻ്റർപ്രണർ എന്ന് പറയുന്ന ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, അദ്ദേഹം എങ്ങനെയൊക്കെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നു ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട്. ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ എൻ്റർപ്രണർ എന്താണ്? If you read the business history, we will come across name of the many persons who called entrepreneurs. നമ്മൾ ഇതുവരെ യൂണിറ്റ് ബേസ് പാർട്ട് ബേസ് പഠിച്ചുകൊണ്ട് വന്നപ്പോൾ നമുക്ക് പല ഭാഗത്തും മനസ്സിലായിട്ടുണ്ട് എന്താണ് എൻ്റർപ്രണർ, എന്താണ് എൻ്റർപ്രണർഷിപ്പ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ദെൻ ഇതിൽ എന്തൊക്കെ വേണം, എൻ്റർപ്രണറിന് എന്തൊക്കെ വേണം? ഇൻഡിപെൻഡൻസ് വേണം, സ്വാതന്ത്ര്യം വേണം, ഹാർഡ് വർക്ക് ചെയ്യണം, ഡിസയർ ടു അച്ചീവ് ഗോൾസ് അല്ലേ, അതായത് ഗോൾസ് അച്ചീവ് ചെയ്യാനൊരു ആഗ്രഹം, ഡിസയർ വേണം. അതായത് ഗോൾസ് മീൻ ലക്ഷ്യങ്ങൾ. ആൻഡ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം വേണം, ഇൻഡിപെൻഡൻസ് ആയിരിക്കണം, സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ കഴിയണം, ആൻഡ് ഓപ്പൺ മൈൻഡഡ് ആവണം, ഫോർസൈറ്റ് ആൻഡ് ഡൈനാമിക് ഔട്ട്ലുക്ക് ആയിരിക്കണം അല്ലേ, നിഷ്പക്ഷമായ മനോഭാവം. അല്ലാതെ ഇതിൽ തന്നെ ഒരു ന്യായീകരണത്തെ തന്നെ പിടിച്ച് ബാക്കിയുള്ളവരെ അങ്ങനെ വെറുപ്പിക്കുന്ന ആ രീതിയിലാവരുത്. ഓക്കെ, ആൻഡ് വർക്ക് റിലേഷൻഷിപ്പ് ആൻഡ് ഗുഡ് ഓർഗനൈസേഴ്സ്, ഓർഗനൈസ് ചെയ്യാനുള്ള ഗുഡ് ഓർഗനൈസ് പവർ വേണം അല്ലേ, കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ അറിയണം. ആൻഡ് ഇന്നോവേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വേണം. ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർ എന്താണ്? ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർ
എൻ്റർപ്രണർ ഫങ്ഷൻസ് എന്താണ്? ഹാവിങ് റീഡ് ദ പ്രൊസീഡിംഗ് പേജ് ഓഫ് ദിസ് യൂണിറ്റ് യു മസ്റ്റ് ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ദി functions of entrepreneur. Essentially what the entrepreneur does the recognize the possibility of starting a business which may be profitable, then the prepares of a plan, action and step to be taken to set up business. Having a read the preceding page of this you must have started thinking about the functions of entrepreneur, and essentially what the entrepreneur does is recognize the possibility of starting the business which may be profitable. There we prepare or plan the business, of course depending upon the nature of business that is view. The functions will differ. The ഏതൊക്കെയാ നോക്കാം നമുക്ക്. നമ്മൾ എന്താ പറയുക, ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്, എൻ്റർപ്രണർ ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർ. ഒരു എൻ്റർപ്രണറിന് വേണ്ട അതിന് വേണ്ടിയുള്ള ഒരു ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, ഡെവലപ്പ് എൻ ഐഡിയ ഓഫ് എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഐഡിയ വേണം അല്ലേ? ഏതൊക്കെ ബിസിനസ് എങ്ങനെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ബിസിനസ് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ബിസിനസ്മാൻ വേണം. ദ ഐഡിയ ഓഫ് ഫോമിങ് എ ബിസിനസ് യൂണിറ്റ് ഈസ് ഫെയർ ഫ്രോം ദ ക്രിയേറ്റീവ് മൈൻഡ് ഓഫ് എൻ്റർപ്രണർ ഓൺ ദി ബേസിസ് ഓഫ് ഐഡിയ ദാറ്റ് perceive opportunity to profitable investment and explore the പ്രോസ്പെക്ട് ഓഫ് ഷെയറിങ് ദ മാനുഫാക്ചർ. അതായത് എന്തൊക്കെ നിർമ്മാണ പ്രവൃത്തികൾ അല്ലെങ്കിൽ എന്തൊക്കെ പർപ്പസ്, ക്യാഷ്, അതെല്ലാം ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ വേണം. ഇത് എന്ത് ബിസിനസ് ചെയ്യണം, ഓരോ അവസരങ്ങളും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അത് ഓരോ അവസരങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പഠിക്കണം. ഡിസ്ക്രൈബ് ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഡിസ്ക്രൈബ് ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ. എന്താണോ ഒരു സംഘടന അല്ലെങ്കിൽ എന്ത് ഇൻഡസ്ട്രിയൽ എന്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസോ എന്താണ് തുടങ്ങണം, അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ പഠിക്കണം. ദെൻ ഡിസൈഡ് ദ ഓർഗനൈസേഷൻ. പിന്നെ എന്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ മാത്രം ഡിസൈഡ് ചെയ്യാൻ പഠിക്കണം. എന്ത് തീരുമാനം എടുക്കണം, എന്താണ്. ഹി ഡിസൈഡ് ഫ്രം ദ ബിസിനസ് ഓണർഷിപ്പ് ആൻഡ് വെദർ ഹി ഷുഡ് സോൾവ് പ്രൊപ്പറേറ്റർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പ് ആരായിരിക്കണം, പ്രൊപ്പറേറ്ററായിട്ട് കോർഡിനേറ്ററായിട്ട് ആര് വേണം ഒക്കെ ചിന്തിക്കും, ഡിസൈഡ് ചെയ്യണം. ഡിസൈഡ് ലൊക്കേഷൻ. He decide the location of the factory, suitable place taking into account the available facility, transport, power supply, transport, power supply, fuel, water, labor, supply of raw materials, nearness of market. Decide of location and collect necessary capital. He made the available sufficient amount of capital for the initiation of communication in the business. Collect the necessity of capital. Make available sufficient and the personal guarantee of the contribute capital. Otherwise the promise invest capital arrange. അതായത് അവർ അറേഞ്ച് ചെയ്യണം. എങ്ങനെ, എന്ത് കളക്ഷൻ, നെസസറി ക്യാപിറ്റൽ, അത്യാവശ്യമായിട്ട് എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മൂലധനം കണ്ടുപിടിക്കണം. നെക്സ്റ്റ്, പ്ലേസ് ഓർഡർ ടു മെഷീനറിക്ക് വേണ്ട കാര്യങ്ങൾ ഓർഡർ ചെയ്യണം. നെക്സ്റ്റ്, റിക്രൂട്ട്മെൻറ്റ് ഓഫ് ലേബർ, തൊഴിലാളികളെ ഇറക്കണം. ഡിസൈൻ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ, അതിനുള്ള ഒരു സ്ട്രക്ചറും ഓർഗനൈസേഷനും ഉണ്ടാക്കിയെടുക്കണം. ഫുൾഫിൽ ദ ഫോർമാലിറ്റീസ് ആൻഡ് ലോഞ്ചസ് എൻ്റർപ്രൈസസ്. എന്താണോ ലോഞ്ച് ചെയ്യുന്നത്, എന്തിനാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരെയും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആ വ്യവസായം എന്താണെന്ന് അതിനെപ്പറ്റി ഒരു ഫുൾഫിൽ ആയിട്ട് എല്ലാം കൊണ്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എൻ്റർപ്രണർ ആൻഡ് പ്രൊമോട്ടർ. ഓക്കെ, മിസ് ബോർഡിൽ എഴുതി തരാം. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ entrepreneur and promoter. Distinction between entrepreneur and promoter. Okay,
Sometimes the distinction is made between entrepreneur and promoter of business, those who are innovators and risk bearers are strictly known as entrepreneurs. നമുക്കറിയാം sometimes the distinction is made between entrepreneur and promoters of business, those who are innovators and risk bearers are strictly known as entrepreneurs. അതായത് ഇവർ രണ്ടാളും റിസ്ക് ഏറ്റെടുക്കുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് വൈൽ ദീസ് പേഴ്സൺ ബിസിനസ് ഈസ് ഓപ്പറേഷൻ നോൺ ആസ് പ്രൊമോട്ടേഴ്സ്. ആരാണ് ബിസിനസ് വ്യാപിപ്പിക്കാനും സ്പ്രെഡ് ചെയ്യാനും മുന്നോട്ട് നയിക്കാനും അങ്ങനെയുള്ള മറ്റുള്ള ഏരിയയിൽ കവർ ചെയ്യാനൊക്കെ നോക്കുന്ന ആൾക്കാരാണ് പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ ഓരോന്ന് പ്രൊമോട്ട് ചെയ്യാന്ന് പറയും, ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക എന്നാണ് പറയുക. നെക്സ്റ്റ് വായിക്കാനുള്ളത് ബിഫോർ സ്റ്റാർട്ടിങ് ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ് പാർട്ട്ണർ കം ടു എഗ്രിമെൻറ്റ് അബൌട്ട് ദെയർ മ്യൂച്വൽ റൈറ്റ് ഓഫ് ഒബ്ലിഗേഷൻ. അദ്ദേഹത്തിൻ്റെ ഈ പാർട്ട്ണർഷിപ്പ്, അതായത് എൻ്റർപ്രണർ ആയിട്ടുള്ള ആൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് എഗ്രിമെൻ്റ് ആക്കിയിട്ട് ഇറ്റ്സ് ആൻ ഓറൽ എഗ്രിമെൻറ്റ്. ദർ ഇൻ ഓൾവേസ് പോസിബിലിറ്റി ടു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഡിസ്പ്യൂട്ട് എമംഗ് ദ പാർട്ട്നേഴ്സ് റിഗാർഡ് ദെയർ റെസ്പെക്റ്റീവ് റൈറ്റ്സ്. അതായത് പാർട്ട്നേഴ്സ് ഒരു ഇൻഡസ്ട്രി ഒരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ പാർട്ട്നേഴ്സ് തമ്മിൽ എന്താവണം, ഒരു എഗ്രിമെൻറ്റ് വേണം. സ്റ്റേറ്റ് വെദർ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫാൾസ്. എഗ്രിമെൻ്റ് വേണമെന്നാണ് പറയുന്നത് അല്ലേ. ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അല്ലേ. ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രൊഡക്റ്റ് അനാലിസിസ് എന്താണ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർ ബിയറിംഗ് an entrepreneur പ്രത്യേകത. Entrepreneur is one of the whose mind idea during business of particular type of first take shape. He has look on for the business opportunity, good judge of which product we will sell. ഈ എൻ്റർപ്രണർക്ക് എന്താണോ താൻ വിൽക്കാൻ പോകുന്ന പ്രൊഡക്റ്റിനെ പറ്റി നല്ലൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. അത് സെല്ല് ചെയ്യാൻ പറ്റുമോ, അത് ഏരിയ എന്തായിരിക്കണം, അതിനെപ്പറ്റി നല്ലൊരു പ്ലാൻ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും. അദ്ദേഹം ഒറ്റൊരാളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ പറ്റി നല്ലൊരു ബോധവാന്മാരായ നല്ലൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആൻഡ് ഹീസ് ഇമാജിനേറ്റീവ് ആൻഡ് ഗൈഡഡ് സ്ട്രോങ് സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്. അദ്ദേഹത്തിന് ബിസിനസ് കൊണ്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് അത്ര റിസ്ക് ഏറ്റെടുക്കാനും തയ്യാറാണ്. ആൻഡ് ഹീ ഈസ് നോട്ട് എഫ്രൈഡ് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓർ ലോസ്. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന നഷ്ടത്തിനും ലാഭത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം ഉണ്ടായിരിക്കും. ആൻഡ് ഹീ ഈസ് പ്രിപ്പയർഡ് ടു ടേക്ക് റിസ്ക് ആൻഡ് ഫേസ് ചാലഞ്ചസ്. അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. ഹീ ഈസ് പ്രിപ്പയർഡ് ടേക്ക് റിസ്ക് ആൻഡ് ഫേസ് ചാലഞ്ചസ്. അദ്ദേഹം റിസ്ക് എടുക്കാനും ചലഞ്ച് ഏറ്റെടുക്കാനും തയ്യാറുള്ള വ്യക്തിയുമായിരിക്കണം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർക്ക് വേണ്ട ഗുണങ്ങളാണ് പറയുന്നത് അല്ലേ. ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും. ആൻഡ് ഹീ ഈസ് ആൻ എൻ്റർപ്രണർ ടു വൺ ഓഫ് ഹു ക്രിയേറ്റ് ദ സംതിങ് ന്യൂ ആൻഡ് സംതിങ് ഡിഫറെൻറ്റ്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ബിസിനസ് ഒന്നുകിൽ ന്യൂ ആയിരിക്കും അല്ലെങ്കിൽ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ അങ്ങനെ ഏരിയയിൽ ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റ് അനലൈസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് വെല്ലുവിളി അത് ഏറ്റെടുക്കുന്ന എന്താ റിസ്ക് അദ്ദേഹം ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആൻഡ് ഹീ ഇന്നവേഴ്സ് ആൻഡ് കമ്പൈൻസ് റിസോഴ്സസ് ഫ്രം മാൻ ആൻഡ് മെറ്റീരിയൽസ് ആൻഡ് മണി. അദ്ദേഹം വിഭവങ്ങളും അദ്ദേഹം തന്നെ ശേഖരിക്കും. മെറ്റീരിയൽസ് ആണെങ്കിലും മണി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അദ്ദേഹം തന്നെ ആയിരിക്കും റിസ്ക് ഏറ്റെടുക്കുന്നത്. ആൻഡ് ബ്രിങ് ദം ടുഗദർ ടു ബിസിനസ് വാല്യൂ ഓഫ് പ്രോഫിറ്റ് യു മേ ബി റിഗാർഡഡ് ടു എൻ്റർപ്രണർഷിപ്പ്. അങ്ങനെ നമ്മൾ എങ്ങോട്ട് എത്തുന്നു, ലാസ്റ്റ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മളിനി കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ.